60s by 60s ആയിട്ടുള്ള പ്യൂർ കോട്ടൺ ഫാബ്രിക്കിനകത്തേക്ക് ഡിജിറ്റൽ പ്രിന്റിൽ വന്നിട്ടുള്ള റണ്ണിങ് മെറ്റീരിയൽ ആണ് നമ്മൾ ഇന്ന് കാണുന്നത്. 169 രൂപയാണ് ഒരു മീറ്ററിന് ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത്. പ്യൂർ കോട്ടണിനകത്തേക്ക് ഡിജിറ്റൽ പ്രിന്റ് ഇപ്പൊ അധികം ആയിട്ടില്ല വരാൻ തുടങ്ങിയിട്ട്. അപ്പൊ ആ ഒരു പാറ്റേണിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. 44 ഇഞ്ച് വിഡ്ത്ത് ആണ്. ജയ്പൂരിൽ നിന്നുള്ള പ്യൂർ ജയ്പൂർ കോട്ടൺ തന്നെയാണ് കേട്ടോ. ഡിജിറ്റൽ പ്രിന്റ് ആകുമ്പോൾ ആ ഡിസൈൻ ഒന്ന് ചേഞ്ച് ആവും. സാധാരണ കാണുന്ന ജയ്പൂർ പ്രിന്റുകളല്ല. അതുകൂടാതെ ഇതിനകത്ത് ഫോയിൽ പ്രിന്റും കൂടി ഉണ്ട്. അപ്പൊ എനിക്ക് കോട്ടൺ വെയർ ചെയ്യണം, പക്ഷെ കോട്ടന്റെ ഫീലിംഗ് വേണ്ട, അങ്ങനെയുള്ളവർക്ക് നല്ലൊരു ചോയ്സ് ആണ്. കോട്ടൺ ആണെന്ന് നമുക്ക് കാണുമ്പോൾ തോന്നില്ല, പക്ഷെ പ്യൂർ കോട്ടൺ ഫാബ്രിക്. ഇതിനകത്ത് ആ ഒരു വലിയ ഡിസൈൻ അത് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് അതിന്റെ എഡ്ജിനകത്തൊക്കെ ആയിട്ടാണ് ഫോയിൽസ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള പാറ്റേണിലുള്ള സിമ്പിൾ ആയിട്ടുള്ള പ്യൂർ കളർ ആകുമ്പോൾ ഓണത്തിനൊക്കെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. നെക്സ്റ്റ് ഡിസൈൻ എന്ന് പറയുന്നത് ഒരു യെല്ലോയും ഗ്രീനും ഒക്കെ കൂടെ ചേർന്നിട്ടുള്ള, അതായത് ഒരു മസ്റ്റാർഡ് യെല്ലോയുടെ ഡാർക്കർ ടോണും ഗ്രീനും പിങ്കും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു കളർ. ഇതിനകത്തും ആ ഒരു ഫോയിലും വെച്ചിട്ട് അതിന്റെ എഡ്ജൊക്കെ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ഇങ്ങനെ ഗോഡി ആയിട്ടുള്ളതല്ല, നല്ല സിമ്പിൾ ആയിട്ടുള്ള കുർത്തികളൊക്കെ നമുക്ക് ചെയ്യാം. സെയിം ഡിസൈൻ തന്നെ ബ്ലൂവും അതുപോലെ തന്നെ ഒരു വൈൻ റെഡും ഒക്കെ ആയിട്ടുള്ള കളറിലേക്ക് വന്നിരിക്കുന്നു. വെയർ ചെയ്യുമ്പോൾ ഈ ഒരു സ്റ്റൈലിലേക്ക് വരുന്നു. ലാസ്റ്റ് വൺ വന്നിരിക്കുന്നത് നല്ല ഡാർക്ക് ആയിട്ടുള്ള മസ്റ്റാർഡ് യെല്ലോ ടോണിനകത്തേക്ക് വലിയ പ്രിന്റ് ആണ്. ഇപ്പൊ ട്രെൻഡിങ് എല്ലാം വലിയ പ്രിന്റ് ആണല്ലോ. അപ്പൊ ആ ഒരു പാറ്റേണിലേക്കാണ് ഇത് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ഇത് വെയർ ചെയ്യുമ്പോൾ വരുന്നത്. പർച്ചേസ് ചെയ്യാനായിട്ട് കോഡ് സെറ്റ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് നല്ലൊരു ചോയ്സ് ആണ് നമ്മൾ ഇപ്പൊ കാണുന്ന ഈ ഡിസൈൻസ് എല്ലാം തന്നെ. ലൈനിങ് ഇല്ലാതെ ചെയ്യാവുന്നതാണ്. 169 രൂപ ഒരു മീറ്ററിന് ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത്. പർച്ചേസ് ചെയ്യാനായിട്ട് ഇതിൽ കൊടുത്തിട്ട് നമ്പറായിട്ട് കോൺടാക്ട് ചെയ്യുക. ചെറിയൊരു കളർ വേരിയേഷൻ മനസ്സിൽ വെച്ചിട്ട് വേണം പർച്ചേസ് ചെയ്യാനായിട്ട്. ഡിവൈസിന്റെ സെറ്റിംഗ്സിന്റെ ഡിഫറൻസ് മൂലം ചിലപ്പോൾ ഒരു ചെറിയൊരു കളർ വേരിയേഷൻ നിങ്ങൾക്ക് നേരിട്ട് കാണുമ്പോൾ വ്യത്യാസം തോന്നാം. അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. പർച്ചേസ് ചെയ്യാനായിട്ട് ഇതിൽ കൊടുത്തിട്ട് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. കൂടുതൽ കളക്ഷനിൽ നിന്ന് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്കമാലിയിലുള്ള പൂത്തുരൻസ് വിസിറ്റ് ചെയ്യുക.